അച്ഛാ, അമ്മ ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഞാൻ കാണിക്കവഞ്ചിയിൽ 1 രൂപ ഇട്ടെന്റെ ബലം കണ്ടു. നീ പെട്ടെന്ന് പോയി ഡ്രസ് ഇടാൻ നോക്ക്. അപ്പോഴേക്കും ഞാൻ പോയി പുസ്തകവും ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെക്കാം. ഇന്നെങ്കിലും സ്കൂൾ ബസ്സിൽ തന്നെ പോണേ. എനിക്ക് കൊണ്ടുവിടാൻ വയ്യ. ഇന്നെന്താ സ്പെഷ്യല്? ഓംലെറ്റ്. ഓംലെറ്റോ? അതൊക്കെ മതി. നീ പോയി റെഡി ആവും. സ്കൂളിനകത്ത് പ്രവേശിച്ച 2 തീവ്രവാദികളെയും ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ പോലീസ് വധിച്ചു. ടെററിസ്റ്റുകൾക്ക് നമ്മുടെ സ്റ്റുഡൻസിനെയോ ടീച്ചേഴ്സിനെയോ ആക്രമണം നടത്താനുള്ള അവസരം പോലും കൊടുത്തില്ല. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. നമ്മുടെ പോലീസ് സംഘത്തിന്റെ എഫിഷ്യൻസിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ ഉത്തരാഖണ്ഡ് പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായത്. ശരിയാ. ഈ ഓപ്പറേഷൻ നമ്മുടെ പോലീസ് സംഘത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. സർ, മേഡം കാണാൻ വന്നിട്ടുണ്ട്. ശരി, ആണെങ്കിലേ പോലും സർ. Congratulations. Good job, Dipti. Thank you, sir. You're welcome. Very good. മൂന്ന് വർഷമായി ഇവിടെ ഉത്തരാഖണ്ഡിൽ ദീപ്തി ജോലി ചെയ്യുന്നു. അതിൽ 1 വർഷം ഇവിടുത്തെ സിറ്റിയിൽ കമ്മീഷണറായി ജോലി ചെയ്തു ദീപ്തി. ദീപ്തി ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇവിടുത്തെ ക്രൈം റേറ്റ് കുറഞ്ഞു വരികയാണ്. ഇപ്പോ ജനങ്ങൾക്ക് നമ്മുടെ പോലീസ് സേനയില് വിശ്വാസം കൂടി തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് ദീപ്തിക്ക് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. ഒരു സീനിയർ ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്കിതിൽ വിഷമമുണ്ട്. താങ്കളെപ്പോലെ ബ്രില്യന്റ് ആയ ഒരു ഓഫീസറുടെ സേവനം ഉത്തരാഖണ്ഡ് സേനയ്ക്ക് ഇല്ലാതാകുന്നത് ഒരു നഷ്ടം തന്നെയാണ്. ഇവിടെ ഡ്യൂട്ടിയിലുള്ള അവസാന ദിവസം പോലും ഉത്തരാഖണ്ഡ് പോലീസിന് എന്നോ അഭിമാനിക്കാവുന്ന നേട്ടത്തിന്റെ ഭാഗമായി സ്കൂളിനകത്ത് പ്രവേശിച്ച 2 ഭീകരരെ പോലീസ് സേന വധിച്ചു. സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും നമ്മുടെ പോലീസ് സേന രക്ഷിച്ചു. കുട്ടികൾക്കൊരു പുതിയ ജീവൻ നൽകിക്കൊണ്ടാണ് ദീപ്തി ഇവിടുന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത്. അവരുടെ മാതാപിതാക്കൾക്കും അതൊരു പുതിയ ജന്മമാണ് സർ. സ്വന്തം മക്കളെ തിരിച്ചു കിട്ടുമ്പോ ഞാനൊരു അമ്മയാണ് സർ. എനിക്ക് അവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ പറ്റും. പ്ലീസ്. താങ്ക് യു സർ. കുടുംബത്തോടൊപ്പം നിന്ന് ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. IPS നേടുമ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ അവരോടൊപ്പം നിന്നേ ഡ്യൂട്ടി ചെയ്യുള്ളൂ എന്ന്. പക്ഷെ ഈ 3 വർഷവും എനിക്കതിന് കഴിഞ്ഞില്ല. ഇപ്പോ ദീപ്തി നാട്ടിലേക്ക് പോവുകയാണല്ലോ. ഭർത്താവിനോടും കുടുംബത്തോടും ഒപ്പം നിന്ന് ഈ രാഷ്ട്രത്തെ സേവിക്കാമല്ലോ. ഇപ്പോ സന്തോഷമായല്ലോ ദീപ്തിക്ക്? യെസ് സർ. എങ്കിലും ഇവിടം വിട്ട് പോകുന്നതിൽ എനിക്ക് വിഷമമില്ലാതെയില്ല. സാറിനെ പോലുള്ള ഒരു സീനിയർ ഓഫീസർ, ഇവിടുത്തെ സഹപ്രവർത്തകർ, ജനങ്ങൾ, അവർക്ക് എനിക്ക് തന്ന സപ്പോർട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ സപ്പോർട്ടിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല.
ദീപ്തിക്കുള്ള യാത്രയപ്പ് വിപുലമായി തന്നെ നടന്നു. അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ദീപ്തിയുടെ കണ്ണ് നിറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ദീപ്തിക്ക് ഉത്തരാഖണ്ഡ് സേനയോട് എത്രത്തോളം സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നുള്ളതാണ്. പോകുന്നതിന് മുൻപ് സാറിനോട് എനിക്ക് നന്ദി പറയണമെന്ന് തോന്നി. അതിനാ ഞാൻ വന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാറിനെ പോലെ ഒരു ഓഫീസറിന് കീഴിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ്. ഇറ്റ് വാസ് എ പ്ലഷർ വർക്കിംഗ് വിത്ത് യു സർ. ഞങ്ങളാണ് സത്യത്തിൽ ദീപ്തിയോട് നന്ദി പറയുന്നത്. എന്താവണം ഒരു പോലീസ് സേനയെന്ന് ഇവിടത്തെ ചിലരെ പഠിപ്പിച്ചതിന്. എനിക്ക് ഇവിടുന്ന് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറിന്റെ കീഴിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ എൻകറേജ്മെന്റ്, ധൈര്യം, ഇതൊക്കെ മുന്നോട്ടുള്ള എന്റെ യാത്രയിൽ മുതൽക്കൂട്ടാണ്. സർ, മേ ഐ ലീവ് നൗ? Okay, Dipti. We will meet again. ഷുവർ സർ. आगे के सफर के ഇനി लिए മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ നന്മകളും നേരുന്നു. Okay, all the best. താങ്ക് യു സർ.